പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൂമല പള്ളിയിൽ വെച്ച് നടത്തുന്ന കൊച്ചിൻ ഐ ഫൗണ്ടേഷന്റെ ഭാഗമായിട്ടുള്ള ലയൺസ് ക്ലബ് ഓഫ് രാജധാനിയുടെ ആഭിമുഖ്യത്തിലും പൂമല പള്ളിയുടെ നേതൃത്വത്തിലും നടക്കുന്ന ഈ ക്യാമ്പ് ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. എത്രയും നല്ലവരായ നാട്ടുകാർ ഈ സീറ്റുകളിലേക്ക് ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സർവീസ് സംഘടനയാണ്. നമ്മളെന്നും ഇതിന് ഊന്നൽ കൊടുക്കുന്നത് ലോക സമാധാനത്തിന് വേണ്ടിയാണ്. ഇന്നത്തെ ഈ ചടങ്ങ് ധന്യമാക്കുന്നതിനും അതുപോലെ ലോകമെന്നും സമാധാനമായിരിക്കുന്നതിന് വേണ്ടി ഒരു നിമിഷം നമുക്ക് എണിച്ചു നിന്ന് മൗനമായി ഒരു പ്രാർത്ഥന. നമ്മുടെ ഈ ക്യാമ്പിന്റെ ഇന്ന് സ്വാഗതം പറയുകയാണ്. ഇന്ന് നമ്മുടെ ഈ ക്യാമ്പിനെ പെട്ടെന്ന് ഈ ഉദ്ഘാടന ചടങ്ങ് തീർക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ഈ ക്യാമ്പിന് ഞങ്ങളുടെ ലയൺസ് ക്ലബ് ഓഫ് രാജധാനിയുടെ ക്ലബ് പ്രസിഡന്റ് ആയിട്ടുള്ള ലയൺ സജി വർക്കിയാണ് ഈ പള്ളിയുടെ ഒരു ഇടവകാംഗം കൂടിയാണ്. അദ്ദേഹമാണ് ഈ ക്യാമ്പിന്റെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത്. അദ്ദേഹത്തിനെ ഈ പ്രോഗ്രാമിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്തോളുന്നു. നമ്മുടെ ഈ പള്ളിയിൽ ഈ ക്യാമ്പ് നടത്തുന്നതിന് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരുന്നതിനും അതുപോലെ തന്നെ ഈ പള്ളിയുടെ തന്നെ വികാരിയുമായിട്ടുള്ള നമ്മുടെ ഫാദർ അബ്രഹാം മാത്യു അച്ഛനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അദ്ദേഹമാണ് നമ്മുടെ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വാർഡ് മെമ്പർമാരായിട്ടുള്ള ലീന ജെറി ചേച്ചിയും അതുപോലെ തന്നെ സിന്ധു രാജീവിനെയും ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്തു. നമ്മുടെ ഈ പള്ളി നമുക്ക് ഒരുക്കി തരികയും ഈ പള്ളിയുടെ ട്രസ്റ്റിയായിട്ടുള്ള ജോണി ചേട്ടനെയും കൊച്ചേട്ടനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പള്ളിയുടെ എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും എല്ലാ നല്ലവരായ ഇടവകാംഗങ്ങളെയും നാട്ടുകാരെയും ഈ ക്യാമ്പിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള ചിപ്പി കുര്യൻ, അതേപോലെ തന്നെ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നമുക്ക് ഒരുക്കി തരുന്ന ഡോക്ടർ ധന്യ, ഡോക്ടർ ദൃശ്യ എന്നിവരെയും ഞങ്ങളുടെ ലയൺസ് ക്ലബ് ഓഫ് രാജധാനി ലയൺസ് ക്ലബിലെ എല്ലാ ക്ലബ് മെമ്പർമാരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജൂബിലിയോടനുബന്ധിച്ചാണ് നമ്മൾ ഈ പ്രോഗ്രാം. ജൂബിലിയുടെ തുടക്കം എന്നതുപോലെ നമ്മുടെ ഈ നേത്ര പരിശോധന ക്യാമ്പും ആയുർവേദ ക്യാമ്പും ഇവിടെ നടത്തുന്നത്. ഏപ്രിൽ 24-25 നമ്മുടെ പെരുന്നാൾ. അതുവരെ ജനുവരിയിൽ ഈ ക്യാമ്പ് നടന്നു. ഇനിയിപ്പോൾ ഫെബ്രുവരിയിൽ അടുത്ത ക്യാമ്പ് നടന്നു. എല്ലാ മാസവും ഓരോ പരിപാടികളും ആയിട്ട് മുന്നോട്ട് പോകാനാണ് പള്ളിയിൽ ലയൺസ് ക്ലബ്ബും ഉദ്ദേശിക്കുന്നത്. ലയൺസ് ക്ലബ്ബ് എന്നും ഈ പള്ളിയുടെ കൂടെ ഉണ്ടാവുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ലയൺസ് സജി, ലയൺസ് ലിജോ, മറ്റ് ലയൺസിൻ്റെ ഭാരവാഹികളെ, വാർഡ് മെമ്പേഴ്സ് സിന്ധു, ലീന, പള്ളിയുടെ ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, പ്രിയപ്പെട്ട ഡോക്ടേഴ്സ്, ഭായികൾ, എല്ലാവരെയും ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് ഒരു സന്തോഷമാണ് എന്നുള്ള കാര്യം അറിയിക്കട്ടെ. പ്രത്യേകിച്ച് സജി ഓർപ്പിച്ചതുപോലെ ഈ ദേവാലയത്തിൻ്റെ ഈ പള്ളി ഇവിടെ ആരംഭിച്ചിട്ട് 50 വർഷം പൂർത്തിയാകുകയാണ്. 2024 ഏപ്രിൽ 24-25 തീയതികളിൽ പെരുന്നാളും ജൂബിലി ആഘോഷങ്ങളുമായിട്ട് നടത്താൻ തീരുമാനിച്ചപ്പോൾ ഒരു വർഷത്തെ പ്രോഗ്രാം ഉദ്ദേശിച്ചിരുന്നു. ആ ഒരു വർഷത്തെ പ്രോഗ്രാമിൽ പള്ളിയിൽ നടത്തുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഇതുപോലെ ഒരു ചാരിറ്റി വർക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊരു സോഷ്യൽ സെറ്റപ്പിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സജി ലയൺസുമായിട്ട് ആലോചിച്ച് ലയൺസ് ക്ലബുമായിട്ട് ആലോചിച്ച് ഇങ്ങനെയൊരു ക്യാമ്പ് നമുക്ക് നടത്താം എന്ന് പറയുകയും അത് കമ്മിറ്റി അംഗീകരിക്കുകയും പ്രത്യേകിച്ച് ലയൺസ് ക്ലബ്ബ് ഇതിനു മുൻപും സജിയുടെ ഉത്തരവാദിത്വത്തിൽ തന്നെ ഇവിടെ കൂടി അന്ന് ഉണ്ടായിരുന്ന ലയൺസ് മെമ്പേഴ്സ് അല്ല എന്ന് എനിക്ക് തോന്നുന്നു. പുതിയ ആളുകളാണ്, മാറി മാറി വരുന്നു. എന്തായാലും അന്നും ഇതുപോലെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ്, ഭംഗിയായിട്ട് നടത്തുകയും പള്ളിക്കും ഒരു അനുഗ്രഹമാണത്. കാരണം പള്ളിയുടെ കോമ്പൗണ്ടിലെ പള്ളിയുടെ ഒരു ഉത്തരവാദിത്വം കൂടെ കൂടി ഈ ഒരു കാര്യം നടത്തുന്നത് തീർച്ചയായിട്ടും നമ്മൾ
ആരാധനയുടെ ഒരു ഭാഗമാണ് ഇങ്ങനെയുള്ള ആളുകളെ, രോഗികളെ കാണുക, അവരെ ചികിത്സിക്കാൻ പറ്റുമെങ്കിൽ ചികിത്സിക്കുക, സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. അതൊക്കെ ആരാധനയുടെ ഭാഗം തന്നെയാണ്. ആ നിലയിൽ ക്രിസ്ത്യൻ സഭയ്ക്ക് ഒരു കാരണവശാലും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കുകയില്ല. ചാരിറ്റി വർക്കുകളൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതിന് ഒരു വളരെ കൈത്താങ്ങ് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ലയൺസ് ക്ലബ്ബ്. അവരൊത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതുപോലെയുള്ള മെഡിക്കൽ ക്യാമ്പുകളെ, അതുപോലെ പാവങ്ങളെ സഹായിക്കുന്ന, എനിക്ക് തോന്നുന്നു വീട് വെച്ച് കൊടുക്കുന്ന അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ചാരിറ്റി വർക്കുകൾ ഒത്തിരി ചെയ്യുന്നുണ്ട് ഈ ലയൺസ് ക്ലബ്ബ്. അതിനകത്ത് ഉള്ളവരൊക്കെ വളരെ ഉത്സാഹകരാണ് ആ കാര്യത്തിൽ. ഞാൻ അവരെ അനുമോദിക്കുകയാണ്. അങ്ങനെ ഒരു മനസ്സ് ഉണ്ടാകുവാനും അതിനുവേണ്ടി ഇങ്ങനെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാനും, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആളുകളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ചില സാഹചര്യത്തിൽ. എന്നാൽ ഇവരെ ചെറുപ്പക്കാർ ഇവരെല്ലാവരും ഇവിടെ വന്ന് ഇതിനൊക്കെയും നേതൃത്വം നൽകുന്നതിൽ സന്തോഷം അറിയിക്കുന്നു. പിന്നെ ഡോക്ടേഴ്സിനെ, സഹായികളെ എല്ലാവരെയും അനുമോദിക്കുന്നു. ദൈവം നമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മെഡിക്കൽ ക്യാമ്പ് നമുക്കറിയാം പറഞ്ഞത് പിന്നെ നേത്ര രോഗത്തിൻ്റെയും അതുപോലെ ആയുർവേദത്തിൻ്റെയും 2 ശാഖകളുണ്ട്. അത് വന്ന ആളുകളെ ഒക്കെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാതെ ഇരിക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറുവാൻ സാധിക്കട്ടെ, ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മുടെ അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുന്നു. ഇന്നത്തെ ഇവിടുത്തെ ആയുർവേദ ക്യാമ്പും അതുപോലെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ പരിപാടിക്ക് തെക്കിങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ ആദ്യമായി ആശംസ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഉള്ള ക്യാമ്പുകളിൽ പങ്കെടുക്കുവാനും എല്ലാ വാർഡുകളിലും ഇതുപോലെ തെക്കിങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗങ്ങളിലായിട്ട്, വിവിധ ഭാഗങ്ങളിലായിട്ട് ക്യാമ്പുകൾ സജീവമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഞങ്ങളുടെ വാർഡിൽ ഇതുപോലെ ക്യാൻ തൃശ്ശൂർ എന്ന ക്യാമ്പ് നല്ല രീതിയിൽ സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ക്യാൻസർ സംബന്ധമായ കുറച്ച് പ്രശ്നങ്ങൾ നമ്മളുടെ അറിവിലേക്കായിട്ട് അവർ ക്ലാസ് എടുക്കുകയും അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും സൈനുകളുള്ള ആളുകളെ വിളിച്ച് മെഡിക്കൽ പരമായിട്ട് അവരെ അവിടെ നോക്കി അതുപോലെ സൗജന്യമായി ചികിത്സ കൊടുക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിക്ക് തൃശ്ശൂർ ജില്ലയിൽ തന്നെ തെക്കിങ്കര ഗ്രാമപഞ്ചായത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെയും ഓർത്തഡോക്സ് പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇത്തരം പരിപാടിക്ക് എല്ലാ മാസവും ഇതുപോലെ നടക്കുമെന്നാണ് ഇവിടുത്തെ സജീവൻ പറഞ്ഞത്. അത് നമ്മുടെ പരിസരവാസികൾക്ക് ഗുണപ്രദമാകട്ടെ. അതുപോലെ ആയുർവേദ ക്യാമ്പ് നല്ല മരുന്നുകളാണ്, സൗജന്യമായി കിട്ടുന്നതുകൊണ്ട് മോശമാണെന്ന് ആരും വിചാരിക്കേണ്ട. ഇത് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ വാർഡുകളിലും ഇതുപോലെ കൃത്യമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നടക്കാറുണ്ട് വാർഡിൽ. ഞങ്ങളുടെ ദീപ്തി വായനശാലയിലാണ് ഇതെല്ലാ ക്യാമ്പുകളും 14-ാം വാർഡിൽ നടക്കാറുള്ളത്. അതുപോലെ തെക്കിങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെ തന്നെ ആയുർവേദ ഡിസ്പെൻസറികളിൽ അവിടെ മരുന്നുകൾ ഫ്രീ ആണ്. എല്ലാ ദിവസവും 2 മണി വരെ ഫ്രീ ആയിട്ട് മരുന്ന് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിൻ്റെയാണ്. ആ മരുന്ന് കൂടി നിങ്ങൾക്ക് ഗുണപ്രദമായ രീതിയിൽ വന്ന് മേടിച്ച് സഹകരിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഉദ്ഘാടനം നിർവഹിച്ച അച്ഛന് ഈ പള്ളിയുടെ തന്നെ ഭാഗമാകാൻ എനിക്കും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ ഡോക്ടേഴ്സ്, ആയുർവേദ മെഡിക്കൽസിൻ്റെ ഡോക്ടേഴ്സ്, ഒഫ്താൽമോളജിസ്റ്റ്, ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും തെക്കിങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ ആശംസകൾ അറിയിക്കുന്നു. പറമ്പായി ഓർത്തഡോക്സ്, സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയും ലയൺസ് ക്ലബും കൂടി നടത്തുന്ന ഈ ഐ ഫൗണ്ടേഷൻ മലപ്പുറത്തിൻ്റെ ആയുർവേദ ദീപാഞ്ജലി ആയുർവേദ ക്ലിനിക്കിൻ്റെയും നേതൃത്വത്തിൽ നടത്തുന്ന ഈ യോഗത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തെക്കിങ്കര ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൻ്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വികാരിച്ച തെക്കിങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർമാർ, ഞങ്ങളുടെ ലയൺസ് ക്ലബിൻ്റെ ആരാധനായ പ്രസിഡന്റ് സജീവ് വർക്കി, ട്രസ്റ്റി ജോണേട്ടൻ, ഞങ്ങളുടെ ക്യാബിനറ്റ് മെമ്പർമാരായ ലിജോ, വിശ്വനാഥൻ, സിജിലി, ഇവിടെ വന്നിരിക്കുന്ന ഡോക്ടർമാർ, ആയുർവേദത്തിൻ്റെയും
നേതൃത്വ പരിശോധനയ്ക്ക് ഡോക്ടേഴ്സും പിന്നെ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നവർക്ക് ഷുഗർ ചെയ്യാൻ ടെസ്റ്റ് നോക്കാനുള്ള ഒരു സംവിധാനം കൂടി നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇത് 2-3 വട്ടമായിട്ടാണ് ഇപ്പോൾ ഈ ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ചിട്ട് ലയൺസ് ക്ലബ്ബ് നടത്തുന്നത്. അതിന് നേതൃത്വം കൊല്ലം മാറും. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സജി വർക്കിയാണ് ഞങ്ങളുടെ പ്രസിഡന്റ്. അപ്പോൾ ഈ ക്ലബിൻ്റെ ഇപ്പോൾ ഈ വർഷം 6ാമത്തെ ക്യാമ്പാണ് ഓരോ സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ നടത്തണേ. ഇത്രയും ജനപങ്കാളിത്തത്തോടുകൂടി ഈ പള്ളിയിൽ ഇതിനുവേണ്ടി സഹകരിച്ച ഇതിൻ്റെ ട്രസ്റ്റിക്കും വികാരിച്ചനും ഇവിടുത്തെ ഇടവക ജനങ്ങൾക്കും ഇതിന് പങ്കെടുക്കാവുന്ന എല്ലാ ഡോക്ടർമാർക്കും ഇതിൻ്റെ സഹകരിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. പുള്ളിയാണ് എല്ലാ പ്രാവശ്യവും ഇവരെ കാര്യത്തിലെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടിരുന്നത്. സജീവം പ്രത്യേകമായിട്ടും ഇടവക്കാരൻ, അതുപോലെ സിന്ധു ഇടവക്കാരിയാണ്, നമ്മുടെ അയൽ ഇടവക്കാരിയാണ്. എല്ലാവരോടുള്ള സന്തോഷം അറിയിക്കുകയാണ്. ഓക്കെ.